എല്ലാവർക്കും KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 41ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് CH ഹോൺമാൻ്റെ വയലിൻ മെത്തേഡ് ബുക്ക് പാർട്ട് 1ലെ 47 ആൻഡ് 48th എക്സസൈസാണ് പഠിക്കുന്നത്. 47th എക്സസൈസ് എന്ന് പറയുമ്പോൾ ഗോയിങ് ടു സ്കൂൾ എന്നാണ്. 48th ഓൺ ദി മിഡോ, ഈ രണ്ട് എക്സസൈസാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ഫോർട്ടി-സെവൻത് എക്സസൈസിൽ സിംഗിൾ ഷാർപ്പാണ് കൊടുത്തേക്കുന്നത്. ഒരു ഷാർപ്പേ ഉള്ളതിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജി മേജറാണ് അതിൻ്റെ സ്കെയില്. പിന്നെ അതിൻ്റെ മേളിൽ മോഡറേറ്റർലി എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നെ മോഡറേറ്റ് സ്പീഡ് എന്നുള്ളതാണ്. രണ്ടാമത്തേൽ അലിഗ്രറ്റോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോം താഴെ എഴുതിയിട്ടുണ്ട്, ഇന്നെ മോഡറേറ്റ്ലി ക്വിക്ക് ടൈം. പിന്നെ അഡാജിയോ എന്ന് ഉള്ളതിൻ്റെ അതിൻ്റെ താഴെ തന്നെയുണ്ട് വെരി സ്ലോലി എന്നാണ് അഡാജിയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇതെല്ലാം ഇറ്റാലിയൻ വേർഡ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ അത് വായിക്കാനും പഠിക്കാനുമൊക്കെ. അതിൻ്റെ കാരണം എന്നാണെന്ന് വെച്ചാൽ ഇതിലെ സിംബൽസ്, ഇറ്റാലിയൻ വേർഡ്സ് ഇതെല്ലാം പരിഗണിച്ചായിരിക്കും നമ്മൾ ആ മ്യൂസിക് പീസ് വെസ്റ്റേൺ വയലിനിൽ വായിക്കുന്നത്. പിന്നെ ഒരു മാസത്തിലേറെയായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അത് മറ്റൊന്നും കണ്ടല്ല, എന്നെ കണ്ട് പഠിക്കുന്നവർ അവർ അതൊന്ന് വായിച്ച് തറമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഇനിയും കണ്ടിന്യൂ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ എക്സസൈസായ 47th എക്സസൈസ് ഗോയിങ് ടു സ്കൂൾ എന്ന എക്സസൈസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ 47th എക്സസൈസിലെ ഫസ്റ്റ് ലൈൻ, തേർഡ് ലൈൻ ഇത് ഒരു വയലിനിസ്റ്റും, സെക്കൻഡ് ആൻഡ് ഫോർത്ത് മറ്റൊരു വയലിനിസ്റ്റും ഒരേ ടൈമിലാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളത് രണ്ടായിട്ടാണ് വായിക്കുന്നത്, കാരണം ഞാനൊരു വയലിനിസ്റ്റേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പം നമുക്ക് ഗോയിങ് ടു സ്കൂൾ എന്നുള്ള എക്സസൈസ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ബ്രിക്ക് പോലൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 2 ബീറ്റ് റെസ്റ്റാണ് അവിടെ. അത് കഴിഞ്ഞ് തേർഡ് ലൈൻ നമുക്ക് വായിക്കാം. ഇതാ തേർഡ് ലൈൻ. എഗെയിൻ തേർഡ് ലൈനിൽ ലാസ്റ്റ് 2 ബീറ്റ് റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം 2 തവണയാണ് വായിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഓർത്തോണം. ഇവിടെ ഞാൻ ഒരു തവണ ഇത് വായിക്കുന്നുള്ളൂ. പക്ഷെ തേർഡ് ലൈൻ എങ്ങനെ തീരുന്നു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫസ്റ്റ് ലൈനിലേക്ക് പൊക്കോണം. അത് കഴിഞ്ഞ് തേർഡ് ലൈൻ രണ്ടാമത്തെ വയലിനിസ്റ്റ്
സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈനിലേക്ക് പോകും. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈൻ ഒന്ന് വായിക്കാം. അപ്പോൾ സെക്കൻഡ് ലൈനിലെ ഏറ്റവും ലാസ്റ്റ് ബാറിൽ ഒരു റെസ്റ്റ് ഉണ്ട്. ഫോർത്ത് ലൈനിൽ അവസാനം 2 ബീറ്റ് റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ 2 തവണ വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത എക്സസൈസിലേക്ക് നമുക്ക്. അപ്പോൾ എക്സസൈസ് 48 ഓൺ ദി മിഡോ. അതിനകത്തെ സിമ്പിൾസിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചു കൊള്ളുക എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. അപ്പം ഫസ്റ്റ് ബോ താഴോട്ടാണ് ദാ കാണുക. റെസ്റ്റ്. അതിനുശേഷം അതിൻ്റെ മൂന്നാമത്തെ ലൈൻ. റെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻ തീർന്നു. ഇനി നമുക്ക് വായിക്കേണ്ടത് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈനാണ്. കാണുക. റെസ്റ്റ്. അത് കഴിഞ്ഞ് ഫോർത്ത് ലൈൻ. ലാസ്റ്റിലും ഒരു റെസ്റ്റ്. അപ്പം ഇനി ഞാൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻ ഒരു തവണ വായിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈൻ ഇതെല്ലാം തന്നെ 2 തവണ വായിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് ലൈനിലേക്ക് ഒന്നുകൂടെ പോകാം. ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈനിലേക്ക്.
ഇനിയും സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈൻ. ഇവിടെ ഞാൻ ഒരു തവണ വെച്ചാൽ ഇത് വായിക്കുന്നുള്ളൂ. നിങ്ങളത് 2 തവണ വായിക്കണം ഓരോ ലൈൻ. അപ്പോൾ ഇങ്ങനെ വായിച്ച് ശീലിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ ഇത്രയും സ്പീഡ് വേണ്ട. നിങ്ങൾ സാധാരണ ഗതി വായിച്ചാൽ മതി. ഈ സ്പീഡ് മതി. ഇതുപോലെ തന്നെ സെക്കൻഡും ഫോർത്തും ലൈനും ഈ 2 തവണ വായിച്ച് നിർത്തുക. അപ്പോൾ ദയവായിട്ട് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും അതിൻ്റെ കൂടെ ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.